ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോഴൊക്കെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഭയത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപികളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച മുമ്പ് വിദേശത്തുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ അപ്പനും അമ്മയും പങ്കുവച്ച കാര്യമാണ്. ഇവരുടെ മകള് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആരോ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നി. അതിനുശേഷം ഈ പെൺകുട്ടി ഭയത്തിലേക്ക് ഇങ്ങനെ പോയി. ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, മറ്റുള്ളവരെ കാണുമ്പോൾ സംസാരിക്കത്തില്ല, പള്ളിയിൽ പോകാതെയായി, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞത്. ഞാനത് പറയുമ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കാറും പറയാറുമൊക്കെ ഉണ്ട്, അൽമായർക്ക് ഇങ്ങനെ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തില് പത്രോസ്ലിഹായും യോഹന്നാൻ സ്ലിഹായും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുമ്പോൾ സുന്ദര കവാടത്തിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു മുടന്തനുണ്ടായിരുന്നു. ഈ മുടന്തന് പത്രോസ്ലിഹായിൽ നിന്നും യോഹന്നാൻ സ്ലിഹായിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് ഇങ്ങനെ അവരെ നോക്കുമ്പോൾ പത്രോസ്ലിഹായും യോഹന്നാൻ സ്ലിഹായും ഈ മുടന്തനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, യേശുവിന്റെ നാമത്തില് സുഖം പ്രാപിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ലാതെ അന്നു വേണ്ടുന്ന ആഹാരവുമായിട്ട് കടന്നു പോകുമ്പോൾ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഡെലിവറൻസുകളും ഒക്കെ സംഭവിച്ചിരിക്കും. ഏതായാലും ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തില് ഈ പെൺകുട്ടികളുള്ള ഭയത്തിന്റെ അരിവ് വിട്ടുമാറട്ടെ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടിയിലുണ്ടായിരുന്ന ആ ഒരു ഭയത്തിന്റെ അരിവ് വിട്ടുമാറി, ഇപ്പോൾ പള്ളിയിൽ പോകുവാൻ തുടങ്ങി, എല്ലാവരുമായിട്ട് സംസാരിക്കുവാനും റൂമിൽ നിന്ന് പുറത്തിറങ്ങി പഴയ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് യാക്കോബിന്റെ മകനായ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നം ഇതായിരുന്നു, ജോസഫിന്റെ കറ്റയെ സഹോദരന്മാരുടെ കറ്റകൾ താണു വണങ്ങുന്നതായിട്ട്. അതിനുശേഷം ജോസഫിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തില്, യൗസേപ്പ് പിതാവിന് സ്വപ്നത്തില് ദൂതൻ വന്ന് പറയുന്നുണ്ട്, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. എന്നാൽ പല സ്വപ്നങ്ങളും നമ്മളെ പേടിപ്പെടുത്തുന്നതായിട്ടും, എന്നാൽ ചില പൈശാചിക ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സ്വപ്നത്തിലൂടെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഈ കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ലൊരു സംഭവം നടക്കുവാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞാനിങ്ങനെ കാണുന്നത്, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ആന എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഈ വീടിന്റെ അകത്ത് കയറി, അകത്തുള്ള റൂമിൽ കയറി കഥകടച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആന വന്ന് ഈ പുറത്തുള്ള റൂമെല്ലാം തകർത്ത് അവസാനം ഞാൻ നിൽക്കുന്ന ഒരു റൂം മാത്രമായി. അങ്ങനെ അതും തകർത്ത് അതിന്റെ കഥക് തുറന്ന് ഇതിന്റെ തുമ്പിക്കൈ എന്റെ നേരെ നീട്ടാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ഈശോയെന്നിങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ ഈശോയെന്ന് വിളിച്ചത് ആ സമയത്ത് ഈ ആന തിരിഞ്ഞു പോകുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അങ്ങനെ ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഈ കണ്ട സ്വപ്നം വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, എന്തോ എനിക്കൊരു പൈശാചിക വീട് അല്ലെ പൈശാചിക ആക്രമണം ഉണ്ടാകുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇരുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചു ഇരുന്ന ഒരു സംഭവം അത് പിന്മാറിപ്പോയി. അപ്പോൾ എനിക്കാകെ വല്ലാത്തൊരു നിരാശയായി. ഞാനിങ്ങനെ നിരാശയിലേക്ക് അങ്ങോട്ട് വീണുപോയി. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, ഈ ഒരു സ്വപ്നത്തിലൂടെ എനിക്കിങ്ങനെ കാണിച്ചു തന്നത് ഒരു തിന്മയുടെ ആക്രമണം ഉണ്ടാകും. അവസാനം ഈ നിരാശയിലേക്ക് കടന്നു പോകുമ്പോഴും ഈശോയെ വിളിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഈശോ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ദിവികാരണ സന്നിധിയിൽ പോയിരുന്ന് ഒത്തിരി നേരം ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെയുള്ള നിരാശകളും അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ആനകളെയും പാമ്പുകളെയും ഒക്കെ നമുക്കിങ്ങനെ കാണാം. ഇതൊക്കെ ചില പൈശാചിക ആക്രമണങ്ങൾ നമുക്കെതിരെ വരുന്നതിന് മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്നതാണ്.
പ്രത്യേകിച്ചും ഈ പാമ്പിനെയൊക്കെ കാണിക്കുമ്പോൾ അല്ലെ ജഡികമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ വീണു പോകുവാൻ വേണ്ടിയും, അല്ലെങ്കിൽ പാമ്പ് നമ്മുടെ ശരീരത്തിൽ കൂടി എഴഞ്ഞു പോകുന്നതായിട്ടൊക്കെ പലരും ഇങ്ങനെ സ്വപ്നത്തിലെ കാണാറുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ജഡിക പാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പിശാച് നമ്മളെ വീടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ പാമ്പിനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഭിചാരത്തിന്റെ മേഖലകളൊക്കെ അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്വപ്നത്തിലൂടെ നമ്മളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അടയാളങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഓർത്ത് നിരാശപ്പെട്ട് ഭയപ്പെട്ടിരിക്കാതെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാല് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇതിനെയൊക്കെ അതിജീവിക്കുന്നവരായിട്ട് മാറണം. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആനയൊക്കെയാണ് പലരും ഇങ്ങനെ പണ്ടൊക്കെ ഉള്ളവർ സ്വപ്നത്തിൽ ഇങ്ങനെ ആനയെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അത് നല്ലതാണ് എന്നൊക്കെ. പക്ഷെ ഈ പൈശാചികമായിട്ടുള്ള തിന്മയുടെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് ഈ ആനയൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതുപോലെ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ അല്ലെ ഇതുപോലെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ കണ്ട് ഭയത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തം വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്കെതിരെ പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് മനസ്സിലാക്കി അതിനെ പ്രതിരോധിച്ച് പരിശുദ്ധ അമ്മയുടെ ഒക്കെ മധ്യസ്ഥം യാചിച്ച് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ, പ്രത്യേകിച്ചും ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ വീണുപോകാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറുവാനും ഇതുപോലെയൊക്കെയുള്ള പ്രതിസന്ധികളെ തകർത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായും ഭയത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് യേശുവിന്റെ പരിശുദ്ധമായ രക്തം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.